കുടിവെള്ള പദ്ധതിയുടെ കിണർ ഇടിഞ്ഞതോടെ സമീപത്തെ വീടിന് തകർച്ചാ ഭീഷണി. പന്തീരങ്കാവിന് സമീപം കുനിയമ്പലത്ത് താഴത്തെ കുടിവെള്ള പദ്ധതിയുടെ വലിയ കിണറിന്റെ ഉൾവശമാണ് ഇടിഞ്ഞു വീണത്. പന്തീരങ്കാവ് കുനിയമ്പലത്ത് താഴത്തെ കുടിവെള്ള വിതരണ പദ്ധതിയുടെ 6 മീറ്ററോളം വ്യാസവും 14 മീറ്ററോളം താഴ്ചയുമുള്ള കിണറിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് കിണറിലേക്ക് താഴ്ന്നത്. ഈ ഭാഗത്തെ മണ്ണ് മുഴുവനും കിണറ്റിലേക്ക് പോയതോടെ സമീപത്തെ മതിലിന്റെ അടിഭാഗവും തകർന്നു. ഇതോടെ കുനിയമ്പലത്ത് ബാബുവിന്റെ വീട് തകർച്ചാ ഭീഷണിയിലായി. കൊളവണ്ണ പഞ്ചായത്ത് 6-ാം വാർഡിൽ പുറത്തെ 7-ാം വാർഡിൽ കുടിവെള്ള പദ്ധതി കിണറും സ്ഥലവും വാട്ടർ അതോറിറ്റി എക്വയർ ചെയ്ത സ്ഥലമാണ്. അങ്ങനെയാണ് കിണറുണ്ടാക്കിയതും റോഡുണ്ടാക്കിയതെല്ലാം. ഏകദേശം മാർച്ച് മാസം കഴിഞ്ഞ ഉടനെ തന്നെ വലിയ മഴക്ക് പഞ്ചായത്തിൻ്റെ ഫസ്റ്റിലെ പദ്ധതി അതിപ്പോൾ ഇടിഞ്ഞ് അടിഭാഗം കംപ്ലീറ്റ് കല്ലുകൊണ്ട് കിട്ടിയത് ഇടിഞ്ഞ് ബാക്കി ചുറ്റുഭാഗമുള്ള കോൺക്രീറ്റ് മതിൽ മാത്രമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ആ കോൺക്രീറ്റ് മതിലിൻ്റെ ചുറ്റുഭാഗമുള്ള അരഭാഗം മണ്ണ് കല്ലും ഉള്ളിലേക്ക് പോയി കിണറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പുറം ഭാഗം വലിയൊരു കുളമായിട്ടുണ്ട്. ആ കുളം ഉടനെ തോർത്ത് കിണറിനെ സംരക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മതിലും ഇതെല്ലാം കിണറിലേക്ക് പോകും. ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വർഷകാലത്തിന്റെ തുടക്കത്തിൽ വലിയ ശബ്ദത്തോടെയാണ് കിണർ ഇടിഞ്ഞതെന്ന് പ്രദേശത്തുകാർ പറഞ്ഞു. അൾമറ കാണാനുണ്ടെങ്കിലും ഉൾഭാഗം ഇടിഞ്ഞതോടെ വയലിലെയും കിണറിലെയും വെള്ളം ഒന്നു ചേർന്ന് കിടക്കുകയാണ്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ കുടിവെള്ള പദ്ധതിയായ ഇത് മലിനമായും കാട് പിടിച്ചു നശിച്ച് ജലവിതരണം നിർത്തിയ അവസ്ഥയിലുമാണ്. അടിയന്തരമായി കിണർ കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ മഴ കനക്കുന്നതോടെ വീട് നിൽക്കുന്ന പറമ്പും കിണറിലേക്ക് ഇടിഞ്ഞു താഴുമെന്ന ആശങ്കയിലാണ് ബാബുവിന്റെ കുടുംബം. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ബാബുവിന്റെ കുടുംബം.